നമ്മളിപ്പോൾ നയാര വീണ്ടും നയാര എന്തിയാടാ നയാര നമ്മളിവിടെ ഇന്ന് എന്നായിരുന്നു ജസ്മോൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ജസ്മോൻ്റെ വണ്ടി ഉണ്ട് ഗൈസ്. പെട്രോൾ പമ്പ് അതെ പറഞ്ഞേ. ഞങ്ങൾ നയാരപ്പറമ്പിന് പ്രമോഷൻ കൊടുക്കുന്നുണ്ട്, നയാരപ്പറമ്പിന് പ്രവേശം കൊടുക്കുന്നുണ്ട്. പ്രമോഷൻ ഇവര് ഞങ്ങൾക്ക് തരുമെന്നാണ്. നമുക്ക് അവിടെ പോയി ആ പുള്ളിയോട് ചോദിക്കാം. ചേട്ടേ ഞാൻ ആ പുള്ളിയോട് പോയി ചോദിക്കട്ടെ, പ്രമോഷൻ തരാം എനിക്ക് തരാമെന്ന് ചോദിക്കട്ടെ, ചിക്കൻ തരാമെന്ന് ഗൈസ്. പക്ഷെ നമുക്ക് വേണ്ട. ഇതാണ് ജസ്മോൻ്റെ വണ്ടി എന്ന് പറയുന്നത്. അതാണ് ജസ്മോൻ്റെ കുണ്ടി ഗൈസ്, കണ്ടോ? ഇത് ജസ്മോൻ്റെ വണ്ടിയും അത് ജസ്മോൻ്റെ കുണ്ടിയും ഗൈസ്. കണ്ടോ എന്ത് സ്റ്റൈലല്ലേ? ആ ചേല് കണ്ടോ ജസ്മോൻ്റെ കുണ്ടിയുടെ? ഗൈസ് നമ്മളിന്ന് പള്ളിയിൽ കഞ്ഞി ഉണ്ടായിരുന്നു, ധ്യാനത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. അപ്പോൾ ധ്യാനം കഴിഞ്ഞു, കഞ്ഞിയൂടിയും കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ബൊലേറോയിൽ പോയി, ചേച്ചിയും അമ്മയും ഒക്കെ ആയിട്ട് ബൊലേറോയിൽ പോയി. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഈ വണ്ടിക്ക് കാറ്റടിക്കാൻ വേണ്ടി തന്നെ അവിടുന്ന് വണ്ടിയിലെടുത്ത് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഞങ്ങളിത് ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി. വേറൊരു പുള്ളി വന്ന് ഞങ്ങളോട് സഹായമൊക്കെ ചോദിച്ചു, കാറ്റടിച്ച് തരാമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് നന്നായിട്ട് കാറ്റടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കാറ്റടിച്ച് കൊടുത്തു. ജസ്മോനെ കാറ്റടിയെ പറ്റി എന്നാ പറയാനുള്ളത്? കാറ്റടിക്കുക, കാറ്റും കൊണ്ട് ആസ്വദിക്കുക. ചേട്ടായി കാറ്റിനെ പറ്റി എന്നാ പറഞ്ഞത്? നല്ലൊരു ഇതാണ് കാറ്റടി എന്ന് പറഞ്ഞാൽ. കാറ്റടിയാണല്ലോ, കാറ്റടിച്ചടിച്ച് കാറ്റ് കയറുമല്ലോ. ചേട്ടായി കുറെ കാറ്റ് അടിക്കുന്നുണ്ട്, കുറെ അടിക്കുന്നുണ്ട് ചേട്ടായി. എന്നിട്ട് കയറുന്നില്ല. മുമ്പിലും അടിച്ചു, പുറകിലും അടിച്ചു, സൈഡിലും അടിച്ചു. ഇപ്പം പുറകിലടിച്ചു കഴിഞ്ഞ് സൈഡിൽ ഇത് നിങ്ങളെ എങ്ങനെ കാറ്റടിക്കാൻ നമ്മൾ പഠിപ്പിക്കാം. ആദ്യം ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. നമ്മളൊരു ട്യൂട്ടോറിയൽ ആയിട്ട് നമ്മളിത് പ്ലേ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒറ്റ വീഡിയോ തന്നെ കണ്ടോണോ. അതിന്റെ സുനാപ്പി എവിടെയെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. സുനാപ്പി നിങ്ങൾക്ക് സുനാപ്പിയുടെ അറ്റം എന്ത്? സുനാപ്പിയുടെ അറ്റം ജസ്മോന്റെ നമ്മളിനി ഇതിന്റെ അറ്റം എടുക്കണം. എന്തിന്റെ എയർ അടിക്കുന്നതിന് നമുക്ക് ഇതിനെ കുത്തി നോക്കുക. ഇങ്ങനെ ഇതേ പ്രസ് ചെയ്യുക. അയ്യോ ഗൈസ്, നമ്മളെ കൊണ്ടിപ്പോൾ എടുത്തോണ്ട് പോകാൻ ഗൈസ്, നമ്മുടെ കൂടെ ബസ്. അയ്യോ എനിക്ക് ഇവിടെ ട്യൂട്ടോറിയൽ ഇതിങ്ങനെ ഞെങ്ങുന്നൊരു സാധനമാണ്, ഞെങ്ങുന്ന സാധനം. ഈ ഞെങ്ങുന്ന സാധനത്തെ ഇങ്ങനെ ഞെക്കിക്കൊണ്ട് ഞെക്കി പിടിച്ചോണ്ട് അതിലേക്ക് കയറ്റുക. അപ്പൊ ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ? കാറ്റ് പോകും. കാറ്റ് പോയി ഗൈസ്. ഏതാടാ ഒരു ജാതകോ? അത് കണ്ട് ഇന്ന് ഞങ്ങൾ പകുതി കണ്ട്. ഗൈസ് ഇങ്ങനെ ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചു കൊടുക്കണം ഗൈസ്. കണ്ടോ ഒച്ച ഇല്ലാത്തപ്പോൾ നമ്മൾ പതുക്കെ ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോളൂ സ്റ്റൈലായിട്ടിരുന്ന്. വിനീത് ശ്രീനിവാസൻ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തോ കുത്സവ പ്രവർത്തികൾ ഏർപ്പെടുന്നത് ഇവിടെ കുനിഞ്ഞിരുന്ന് കാണുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാമോ ആ വിനീത് ശ്രീനിവാസൻ സെൻറ്റർ? അവിടെ ഓടുന്നുണ്ട്, കറക്റ്റ് സെൻറ്ററിലായിട്ട് നോക്കിയാൽ കാണാം ഗൈസ്. ഇനി നിങ്ങളെ വേറൊരു സംഭവം ഗൈസ്, കാറ്റ് പോകുന്നു ഗൈസ്. ഇതിങ്ങനെ കാറ്റ് പുറത്തോട്ടടിക്കുകയാണ്. അടുത്തതായി നമ്മൾ ഇന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ഊതി നിറയ്ക്കുന്ന വീഡിയോ, നമ്മുടെ അടുത്ത വീഡിയോ ഒരു വണ്ടിയുടെ ടയർ എങ്ങനെ ഊതി നിറയ്ക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ഇടിച്ച് പൊട്ടിക്കുക. ഗൈസ് ഓളി കൂട്ടാം. ഞാൻ മെഷീൻ കാണിച്ചെന്നില്ലല്ലോ. ഇതാണ് നൈട്രജൻ. ഇവിടെ നമുക്ക് ഗിയറുണ്ട് ഗൈസ്, ഇതുണ്ടോ? നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇവിടെ 33ഉം 35 കണ്ടോ? നമുക്ക് 35ആണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ 33 വരെ കയറി ഗൈസ്. പിന്നെ ഇവിടെ ഇൻക്രീസും ഡിക്രീസും ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഇത് കണ്ടോ, എയർ പ്രഷർ, നൈട്രജൻ. ഇവിടെ എയർ അടിക്കാം, നൈട്രജൻ അടിക്കാം, താഴോട്ട് മേലോട്ട്. ആ സൗണ്ട് നമ്മൾ കരുതി. ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാം.
അതല്ലേ ഗൈസ്. ആ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പോകുന്നുണ്ട്. ആ ഗൈസ് കൊണ്ടോ പിടിക്കുമ്പോൾ നമ്മൾ ഓടണം. ഈ ശ്രദ്ധാപൂർവ്വം ഊരണം. അതിന് നമ്മൾ ഇതിനെ സുനാപ്പി അടച്ചു വെക്കുന്ന ചടങ്ങാണ്. നൂലുകെട്ട് ജസ്വാനാണ് നടത്തുന്നത്. അതിന് നമ്മൾ സുനാപ്പി തിരിച്ച് കഴിഞ്ഞോ ഫോട്ടോ ഗൈസ് ആദ്യം വ്ലോഗ് അവസാനിക്കട്ടെ. ഗൈസ് നമ്മളങ്ങനെ 4 ടയറും കാറ്റടിച്ച് നിറച്ചിരിക്കുകയാണ്. നമ്മൾ നൈട്രജൻ കാറ്റാണ് അടിച്ചത്. നമ്മളപ്പം ഇന്നത്തെ പറ്റി സംസാരിക്കും. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആ മതി ജസ്വാൻ സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കാറില്ല. ജസ്വാൻ ഇൻട്രോവേർട്ട് ആണ് ഗൈസ്. ഇൻവേർട്ടർ ആണ് ഗൈസ്. ഇൻവേർട്ടർ ചേട്ടായാണ് കൂടുതൽ. ചേട്ടൻ ഒരു എക്സ്ട്രോവേർട്ട് ആണ് സ്വയം അഭിപ്രായപ്പെടുന്ന ഒരാളാണ്. ചേട്ടയ്ക്ക് എന്താണ് ഈ ഒരു കാറ്റടിയെ പറ്റി പറയാനുള്ളത്? ചേട്ടൻ ഒരു നല്ല കാറ്റടിക്കുന്ന ആളാണ്. ചേട്ടൻ സ്ഥിരമായി കാറ്റടിക്കുന്ന ഒരാളാണ്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ചേട്ടൻ്റെ കാറ്റടിയെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും ഗൈസ്. ഇത് മറ്റേ ആറാട്ടണ്ണനാണ് ആ ഗൈസ്. അപ്പോൾ നമ്മൾ ഗൈസ് ബൈ ബൈ പറ. ഗൈസ് നമ്മളിങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത്. എക്സിറ്റ് അങ്ങോട്ട് പോവാ. എക്സിറ്റ് ടാറ്റ കൊടുക്ക്. ടാറ്റ. അജി പിള്ളേർ കണ്ടില്ലേ? ബൈ ബൈ പറ. ബൈ ബൈ.